കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവളെവിടെ പോകുന്ന കാര്യമാണ് എന്തോ ഈ പറയുന്നത്? രണ്ടു മാസം കഴിഞ്ഞ എവിടെയോ പോന്നൂന്നല്ലേ പറയുന്നേ? അതെവിടെയായിരിക്കും? പിന്നെ ആശാന്റെ മനസ്സിലും നമ്മുടെ മനസ്സിലും വേറെ ചിന്തകളൊന്നും ഇല്ലെന്ന് നമുക്ക് വിശ്വാസം ഉള്ളിടത്തോളം നമുക്കിടയിൽ ഈ മതിലിന്റെ ആവശ്യമില്ല. അപ്പോ ഇതില്ലെങ്കിലും താൻ ഓക്കെയാണോ? പിന്നല്ലാതെ. നാളെ എന്താ ആശാന്റെ പ്രധാന അജണ്ട? നാളെ രാവിലെ ഓഫീസിൽ പോകണം. ആപ്പീസ്. ഓ, ഇനി നാളെ ഇവളെ അങ്ങോട്ടാണോ കെട്ടിയെടുക്കാൻ പോകുന്നത്? ഇവളുടെ ഈ സംസാരവും മേലും കീഴും അറിയാത്ത ഇവളുടെ പ്രവൃത്തികളും കൊണ്ട് ഇവൾ എന്താ ഓഫീസിൽ വന്ന് കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. പക്ഷെ എങ്ങനെ ഞാൻ അങ്ങോട്ട് പോവും? അതിനൊക്കെ വഴിയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ. വാ. ആശാനൊരു കഥ പറഞ്ഞു തന്നെ. അയ്യോ ആശാനെ, നമ്മൾ അറിയാതെ നമ്മള് വീട്ടിലെ ദേവി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് ശീലിച്ചു പോയതുകൊണ്ടാ. അല്ലെങ്കിലേ നമുക്ക് ഉറക്കം വരൂല. അത് സാരമില്ല, താൻ വെച്ചോ. ആശ നല്ലൊരു കഥ പറഞ്ഞു. കഥയോ? ആ, കഥ. എന്ത് കഥ പറയാ? എന്തെങ്കിലും കഥ പറയാ ആശാനെ, ഉറക്കം വരുന്നില്ല. എങ്കിൽ ഞാനൊരു പക്ഷിയുടെ കഥ പറഞ്ഞുതരാം. ഒരു ഒറ്റയാൻ പക്ഷിയുടെ കഥ. ഒരിടത്ത് ഒരൊറ്റയാൻ പക്ഷി ജീവിച്ചിരുന്നു. എന്നും ഒറ്റയ്ക്ക് പറന്നു നടന്നിരുന്ന ആ പക്ഷി ഒരു ദിവസം മറ്റൊരു പക്ഷിയെ കണ്ടുമുട്ടി. എന്റെ സൈക്കിള് പഞ്ചറായി. സോറി സർ. അകത്തൊരാളിരിക്കുന്നത് കണ്ടില്ലേ? വേറെ ഓട്ടോ വിളിച്ചു പോയാ മതി. അങ്ങനെ അവർ തമ്മിൽ വലിയ കൂട്ടായി. ഒരു ദിവസം നമ്മുടെ ഒറ്റയാൻ പക്ഷി ആകാശത്തിൽ വെച്ച് മറ്റേ പക്ഷിയോട് ചോദിച്ചു, നമുക്ക് ഇനി മുതൽ ഒരു കൂട്ടിൽ അന്തി ഉറങ്ങിയാലോ എന്ന്. അപ്പോ മറ്റേ പക്ഷി സമ്മതിച്ചു. ലക്ഷ്മി, ഐ ലവ് യു. ജീവിതാവസാനം വരെ താൻ എന്നോടൊപ്പം ഉണ്ടാവുമോ? അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ ശേഷം ഒറ്റയാൻ പക്ഷി ഇണപ്പക്ഷിയെ സ്വന്തമാക്കി കൂട്ടിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ തമ്മിൽ പിരിയേണ്ടി വന്നു. അങ്ങനെ ആ പക്ഷി വീണ്ടും ഒറ്റക്കായി. ഒരു ദിവസം അപ്രതീക്ഷിതമായി വേറൊരു സ്ഥലത്ത് വെച്ച് ഒറ്റയാൻ പക്ഷി തന്റെ ഇണപ്പക്ഷിയെ കണ്ടു. അപ്പോഴേക്കും ഇണപ്പക്ഷിയുടെ പേരും ഊരും ഒക്കെ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇണപ്പക്ഷിക്ക് ഒറ്റയാൻ പക്ഷിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവരിപ്പോഴും ഒരുമിച്ചാണ് പറക്കുന്നത്. പക്ഷേ ഇണപ്പക്ഷിക്ക് ഒറ്റയാൻ പക്ഷിനെ ഇപ്പോഴും മനസ്സിലായില്ല. ഒറ്റയാൻ പക്ഷിക്ക് ഉറപ്പുണ്ട് കുറച്ച് നേരമായല്ലോ. ഇത്രയും വലിയ ഓഫീസാണോ ഇത്? ഇതിനു മുമ്പ് ഇതുപോലുള്ള വേറെ ഏതെങ്കിലും ഓഫീസിൽ കയറിയിട്ടുണ്ടോ? ആക്കരുത്, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഓ, സത്യം പറയില്ല മുട്ടത്തലയാ, നിങ്ങൾ നമുക്ക് വലിയ ശല്യ. ഇവിടെയെങ്കിലും കുറച്ച് സമാധാനം എന്താ, വെറുതെ ചൊറിയാൻ നിക്കണ്ട. ശരി ശരി വാ. സാരഥി, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി മാഡം, കോമഡി കാണിച്ചത് മതി, മുന്നോട്ട് നിൽക്കണം. ശ്രീലക്ഷ്മി, My hearty welcome, Sri Lakshmi ma'am. We are so happy now that you have returned. I pray that God gives you all His blessings, even better than before. All of us together will help you to make Rajanandani department strong again. Thank you, ma'am. താങ്ക് യു. വെൽക്കം ശ്രീലക്ഷ്മി. ആഹാ, ഇതാര്? നമ്മുടെ കൂട്ടുകാർ. വെൽക്കം ശ്രീലക്ഷ്മി മാഡം. ഞങ്ങൾ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിന്? ഇവിടെ ജോലിയൊന്നും ഇല്ലായിരുന്ന? അല്ല, രാവിലെ വന്ന് അവരവരുടെ ജോലി നോക്കാതെ നമ്മളെയും കാത്തിരുന്ന എന്തിനാന്ന്? മാഡം, അത് ഇവരെല്ലാം ശ്രീലക്ഷ്മി മാഡം തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാ. അതുകൊണ്ട് ഇന്നത്തേക്ക് അത് കാര്യമാക്കണ്ട. They will do their work properly.
ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആ അതാണ്. എല്ലാരും പേടിച്ചു പോയാ? ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്പർ അല്ലേ? പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു ഓളത്തിനങ്ങ് പോവാം. ഏത്? ഇവിടെ ചെറിയൊരൊന്നും വേണ്ട, വലിയൊരൊന്നും വേണ്ട, എല്ലാരും തുല്യരാ. നീ വന്നേ, നിന്നെ കൈ പിടിച്ചോണ്ടിരിക്കണ. നിനക്കിവിടെ എന്തോന്ന് ജോലി? മാർക്കറ്റിംഗ് സെക്ഷനിലാ മേഡം. മാർക്കറ്റാ? ആ, അപ്പൊ നീയാണ് ഇവിടെ ചന്തയിൽ പോണേ? അപ്പൊ നല്ല പച്ച മീൻ. ശ്രീലക്ഷ്മി, ഇതെല്ലാം നമ്മളുടെ ഓഫീസ് സ്റ്റാഫുകളാണ്. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, ഇതെല്ലാം നമ്മളുടെ ഓഫീസ് സ്റ്റാഫാണ്. ഓഫീസ് സ്റ്റാഫ്. ആഹാ, നമ്മുടെ സാരിക്ക് ആശാന്റെ ഉടുപ്പിന് ഒരേ നിറമാണല്ലോ. കലക്കി. എന്നാ നമുക്ക് പോവാ ആശാനെ? പോവാം. അതിനു മുമ്പ് താൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ്. അയ്യോ, അത് നമുക്കറിയാം. അതിനല്ലേ നമ്മൾ ഈ വേഷത്തെ നിക്കണത്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ആ ഓഫീസിലെ വലിയൊരാളാണ് താൻ. നമ്മള് അവിടെ അങ്ങനെ അഭിനയിക്കണോ? അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഒരാൾക്ക് പോലും സംശയം തോന്നരുത്. തന്നെ ബഹുമാനിക്കുന്നവർ മാത്രമേ ഓഫീസിലുള്ളൂ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ പക്വതയും ഡീസൻസിയും വേണം. അതെന്താ ആശാന അങ്ങനെ ഒരു വർത്താനം? നമുക്കതൊന്നും ഇല്ലേ? അങ്ങനെയല്ല, കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡ് കൂട്ടണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ രാജനന്ദിനി സിൽക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ശ്രീലക്ഷ്മി. അപ്പോ അതിനനുസരിച്ച് വേണം ഓരോരുത്തരോടും ഇടപെടാൻ. ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ പറയാം. ഇപ്പോ ഓഫീസിലെ മുതിർന്ന സ്റ്റാഫുകളോട് കൈ കൂപ്പിയിട്ട് നമസ്കാരം എന്ന് പറയണം. അതല്ല, ആരെങ്കിലും ഷെയ്ക്കാൻ്റെ തിരിക്കുകയാണെങ്കിൽ കൈത ഇങ്ങനെ കൈവക്കി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പതിയെ ഷെയ്ക്കാൻ്റെ ചെയ്യണം. മനസ്സിലായോ? നീ സാൻഡ്ര, കൃഷ്ണ അങ്ങനെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ കൈ കൊടുത്ത് ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിക്കണോ? എന്തിന്? അത് കുറച്ചുകൂടി സ്നേഹം കാണിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ. അന്ന് സാൻഡ്ര തന്നെ കാണാൻ വന്നപ്പോ കെട്ടിപ്പിടിച്ചില്ലേ, അതുപോലെ. അതെങ്ങനെയാ? അത് എങ്ങനെയാ? ആശ നിന്ന് വിയർക്കാതെ ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. ഓ, ഇത്ര നേരം ഇങ്ങനെ നിക്കണോ? ഇതിന്റെ അർത്ഥം എന്താ? നീ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്നും നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ലെന്നുമാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇത് ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രല്ല, അത്രമേൽ ഇഷ്ടപ്പെടുന്നവരോട് ചെയ്യേണ്ടതാ അല്ലേ? അതെ. അപ്പോ ഇത് വേറെ ആരോടും ചെയ്യാൻ പാടില്ല? മോശ?
നമസ്കാരം സർ. നമസ്കാരം. സത്യം പറഞ്ഞ ഇപ്പഴാ സാറ് പറഞ്ഞ കാര്യം നമ്മൾ ഓർത്തത്. 100 കൂട്ടം കാര്യങ്ങളല്ലേ തലയില്, അതിനിടയിലേ വിട്ടുപോയതാ. എന്ത് കാര്യമാണ് മാഡം? അത് രാജാറാം സാറ് പറഞ്ഞില്ലേ നമ്മൾ വരുന്നത് നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷാന്ന്. ആ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി എല്ലാവർക്കും അവരവരുടെ ജോലി ചെയ്യാം. ശ്രീലക്ഷ്മി പഴയ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഓഫീസിൽ ശ്രീലക്ഷ്മി ഇരിക്കേണ്ട സ്ഥലം ഇതാണെന്ന്. അപ്പൊ ആശാനോ? എനിക്കപ്പുറത്ത് വേറെ ക്യാബിനുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരിക്കാം. എന്തിനപ്പുറം അപ്പുറം? അത് മോശല്ലേ? ഇവിടെ ഉള്ളവർ എന്ത് വിചാരിക്കും? ഇയാളെ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. ഇയാളോ? നേരത്തെ അതല്ലല്ലോ നമ്മളെ വിളിച്ചത്. വേറെന്തോ ആയിരുന്നില്ലേ? എന്തായിരുന്നു അത്? മാഡം. മാഡം. മാഡം അല്ല മേഡം. മാഡം. വിളി കൊള്ളാം. ഇനി നമ്മളെ അങ്ങനെ വിളിച്ചാ മതി. അതിന്റെ മുന്നിൽ കണ്ണമ്മ എന്ന് കൂടി ചേർക്കണോ? നമ്മൾ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ നമ്മളെ നമ്മുടെ പേരിനോട് ഇത്ര പുജ്ഞം? അയ്യോ, ഒരു പുച്ഛവും ഇല്ല. കേൾക്കുമ്പോ തന്നെ ഭയഭക്തി ബഹുമാനമുള്ള പേരാണല്ലോ. ഹസ്തിനപുരി കണ്ണമ്മ. പക്ഷേ ശരിക്കും ഹസ്തിനപുരി കാന്താരി എന്നായിരുന്നു ഇടേണ്ടത്. അതാവുമ്പോ ഈ സ്വഭാവത്തിന് നന്നായി ഇണങ്ങുമായിരുന്നു. മൊട്ടെ, നമ്മുടെ സ്വഭാവം മാറ്റരുത്, പറഞ്ഞേക്കാം. രാജാറാം, എന്തിനാ വെറുതെ ശ്രീലക്ഷ്മിയെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ ശ്രീലക്ഷ്മി ഓരോന്ന് പറയുന്നോണ്ടല്ലേ വഴക്കാവുന്നത്. ബെസ്റ്റ് ബെസ്റ്റ്. കലിപ്പനും കാന്താരി ഒന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കണ്ടു. ഈ കലിപ്പന്റെ കാന്താരിയുടെ സീറ്റാണ് ഇത്. വൈകുന്നേരം 5 മണിവരെ ഇവിടെ വെറുതെ ഒന്ന് ഇരുന്നാ മതി. ആശാനെ, നമ്മൾ അവസാനമായിട്ട് പറയാം. ഈ മനുഷ്യരോടൊന്ന് മിണ്ടായിരിക്കാൻ പറയോ? വാ തുറന്ന വശോത്തരം മാത്രമേ പറയൂ. പിന്നെ ഈ ദേവിയുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ സരസ്വതി വചനങ്ങളാണല്ലോ. രാജാറാം, ഞാൻ ഒരു തവണ പറഞ്ഞു നിന്നോട് നിർത്താൻ. എന്നോടല്ല, ദേ ഇതിനോടാ പറയേണ്ടത്. ഇതിപ്പോ പെട്ടതേ ഞാനാ. ഈ മാഡത്തിന്റെ ജീവന് പ്രൊട്ടക്ഷനും കൊടുക്കണം, വായിൽ നിന്ന് വരുന്നത് തർജ്ജിമ ചെയ്ത് മാറ്റി വേറെ അർത്ഥത്തിൽ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം.